ഇന്ത്യയുടെ 5.5 ജനറേഷനിൽ പെടുത്താവുന്ന, അതായത് 5th ജനറേഷനും മുകളിൽ 6th ജനറേഷന് താഴെ നിർത്താവുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് AMC എന്ന് പറയുന്നത്. ഈ 5.5 ജനറേഷനിൽ പെടുന്ന AMC എന്ന് പറയുന്ന പ്രോജക്റ്റിന് വേണ്ടിയിട്ട് 15,000 കോടി രൂപ ഇന്ത്യ ഇപ്പോൾ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. അതായത് ഏതാണ്ട് $2 ബില്യൺ അടുത്ത് വരുന്നൊരു തുക ഇന്ത്യ നൽകിയിരിക്കുകയാണ്. മാത്രമല്ല ഇതിന്റെ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള അനുമതി ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുകയാണ്. ഇത് വളരെ കൃത്യമായിട്ടുള്ള കാൽക്കുലേറ്റ് ആയിട്ടുള്ള ഒരു നീക്കമാണ്. 2028-29 കൂടിയിട്ട് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2031 ഇതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുമെന്നും കണക്കാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ വേഗത്തിൽ AMCA പ്രോജക്റ്റ് ഇപ്പൊ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോവാണ്. ഇന്ത്യ വളരെ വളരെ കോൺഫിഡന്റ് ആണ് AMCയുടെ കാര്യത്തിൽ. ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ഉള്ളത്? അമേരിക്കയ്ക്കുണ്ട്. അമേരിക്കയുടെ F-22, അതുപോലെ അമേരിക്കയുടെ F-35. ഇത് രണ്ടും 5ാം തലമുറ യുദ്ധവിമാനമാണ്. രണ്ടാമത് ചൈനയുടെ J-20 എന്ന് പറയുന്നത് ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ആണെന്നാണ് പറയുന്നതെങ്കിലും കംപ്ലീറ്റ് ഒരു 5th ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ 5th ജനറേഷന് തൊട്ടടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ പൊതുവെ അതിനെ ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റ് എന്ന് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ 2 രാജ്യങ്ങളായി ചൈന. മൂന്നാമത് നമുക്കറിയാം റഷ്യയുടെ Su-57 എന്ന് പറയുന്നത് ഒരു 5ാം തലമുറ യുദ്ധവിമാനമാണ്. അതും ചൈനയുടെ J-20യുടെ കാര്യം പറഞ്ഞതുപോലെ ചെറിയ രീതിയിൽ, കാരണം ഇതൊക്കെ തന്നെ ഈ 5th ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ സ്റ്റെൽത്ത് കപ്പാസിറ്റിയാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു റഡാർ സംവിധാനങ്ങളുടെയും കണ്ണിൽ പെടാത്ത തരത്തിലുള്ള ഒരു എയർക്രാഫ്റ്റ് ആകുമ്പോഴേ നമുക്കതിനെ ഒരു 5th ജനറേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. റഷ്യയുടെയും ചൈനയുടെയും എയർക്രാഫ്റ്റുകൾ ആ ഒരു തരത്തിൽ കംപ്ലീറ്റ് ആയിട്ടും 5th ജനറേഷൻ എയർക്രാഫ്റ്റുകളുടെ ആ ഒരു സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നില്ല എങ്കിലും പൊതുവെ ഇവയെയും 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ എന്നാണ് അംഗീകരിച്ചിട്ടുള്ളത്. ഈ 3 രാജ്യങ്ങൾക്കാണ് തത്വത്തിൽ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉള്ളത്. ചൈന മറ്റൊരു 5ാം തലമുറ യുദ്ധവിമാനം കൂടി നിർമ്മിക്കുന്നുണ്ട്. അത് മറ്റ് രാജ്യങ്ങൾക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയാണ്, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക്. അത് നിർമ്മാണത്തിലിരിക്കുന്നേ ഉള്ളൂ, അത് പൂർത്തിയായിട്ടില്ല. ചൈന 6ാം തലമുറ യുദ്ധവിമാനത്തിന് വേണ്ടിയും വർക്ക് ചെയ്യുന്നുണ്ട്. അമേരിക്കയും 6ാം തലമുറ യുദ്ധവിമാനത്തിന് വേണ്ടിയിട്ടുള്ള വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ജപ്പാനും ചില സഖ്യരാജ്യങ്ങളും ചേർന്നും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 5th ജനറേഷൻ എന്നതിൽ നിന്ന് ഒരു പടി കൂടി കടന്നിട്ട് നമ്മൾ നിർമ്മിക്കുന്നത് തന്നെ ഒരു 5.5 ജനറേഷനിൽ പെടാവുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ്. ഇന്ത്യയുടെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് നിർമ്മിക്കുന്നത് തന്നെ ഒരു 4.5 ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ്. തേജസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു 4th ജനറേഷൻ അല്ല, 4th ജനറേഷനേക്കാൾ ഒരല്പം കൂടി മുന്നിലാണ്. കാരണം ചില ഈ 5th ജനറേഷൻ എയർക്രാഫ്റ്റുകളിൽ കാണുന്ന പ്രത്യേകതകളൊക്കെ നമ്മുടെ തേജസ് യുദ്ധവിമാനത്തിനുണ്ട്. അതുകൊണ്ടാണ് അതൊരു 4.5 ജനറേഷൻ ആവുന്നത്. ഇന്ത്യ രണ്ടാമത് നിർമ്മിക്കാൻ പോകുന്ന AMCA എന്ന് പറയുന്നത് അതിനാൽ തന്നെ ഒരു 5.5 ജനറേഷൻ ആയിരിക്കും. ഇന്ത്യ മൂന്നാമത് നിർമ്മിക്കുന്നത് 6th ജനറേഷൻ എന്ന് പറയുമെങ്കിലും അത് 6.5 ജനറേഷനിൽ പോയി. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു പടി മുന്നിലേക്ക് തന്നെയാണ് പോകാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം ഒരിക്കലും നമ്മൾ ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ ഒരു വലിയ ഗ്യാപ്പ് നമ്മുടെ എതിരാളികളുമായിട്ട് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാടിലായിരിക്കണം അങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നിലവിൽ ഇന്ത്യയുടെ AMCAയുടെ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാനുള്ള അനുമതിയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. വലിയ ചോദ്യങ്ങളും ഇത് അവശേഷിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ അമേരിക്കയുടെ F-35 വാങ്ങാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകൾ വന്നിരുന്നു. അത് ഇനി എന്താകും? റഷ്യയുടെ Su-57 വാങ്ങാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അവസ്ഥ ഇനി എന്താകും? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ AMCA പ്രോജക്റ്റിന് കൂടുതൽ ഫണ്ട് അനുവദിച്ചുകൊണ്ട് അതിന്റെ നിർമ്മാണവുമായി മുന്നോട്ട് പോകാനുള്ള ഇന്ത്യയുടെ തീരുമാനം തീർച്ചയായിട്ടും റഷ്യയ്ക്കും അതോടൊപ്പം അമേരിക്കയ്ക്കും വലിയ തിരിച്ചടി തന്നെയാണ്. ഇവരുടെ ആയുധങ്ങൾ കൂടുതലായിട്ട് ഇന്ത്യ വാങ്ങും എന്ന് അവർ കരുതിയിരുന്നു. ഈ യുദ്ധവിമാനങ്ങൾ അത് ഇന്ത്യ വാങ്ങാൻ സാധ്യത ഇപ്പോൾ ഇല്ല. ഇനി വാങ്ങുകയാണെങ്കിൽ തന്നെ വളരെ പരിമിതമായ എണ്ണം മാത്രമേ വാങ്ങാൻ സാധ്യതയുള്ളൂ. പകരം ഇന്ത്യ AMCAയിൽ തന്നെ ഫോക്കസ് ചെയ്യുകയാണ്. കാരണം നമ്മളിപ്പോൾ റഷ്യയുടെയോ അമേരിക്കയുടെയോ 5ാം തലമുറ യുദ്ധവിമാനം വാങ്ങണമെങ്കിൽ പോലും നമ്മൾ കരാർ സൈൻ ചെയ്ത് ഇതിന്റെ പ്രൊഡക്ഷൻ തുടങ്ങി ഏതാണ്ട് 4-5 വർഷം എടുക്കും ഇത് സപ്ലൈ തുടങ്ങാൻ പോലും. അതിവേഗത്തിൽ ഇവർ നിർമ്മിക്കാമെന്ന് പറഞ്ഞാൽ പോലും ഇന്ത്യക്ക് കിട്ടിത്തുടങ്ങാൻ 2-3 വർഷങ്ങൾ എടുക്കും. മിനിമം ഒരു 3 വർഷമെങ്കിലും ഒക്കെ എടുക്കും ഒരു എയർക്രാഫ്റ്റ് കിട്ടുന്നതിന് വേണ്ടി തന്നെ. അപ്പോൾ മുഴുവൻ എയർക്രാഫ്റ്റുകളും തന്നു തീർക്കാൻ 5-6 വർഷങ്ങൾ എടുക്കാം. ഈ 5-6 വർഷം കൊണ്ട് ഇന്ത്യക്ക് AMCA പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലുത്. മാത്രമല്ല ഈ പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ നടന്ന ആ ഒരു ചെറിയ യുദ്ധത്തിൽ നിന്ന് ഇന്ത്യക്ക് മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെയാണ് പാകിസ്ഥാന് കഴിവുള്ളത്. ചൈനയുടെ സ്റ്റാൻഡ് എന്തായിരിക്കും, അമേരിക്കയുടെ സ്റ്റാൻഡ് എന്തായിരിക്കും, റഷ്യയുടെ സ്റ്റാൻഡ് എന്തായിരിക്കും, ഇതെല്ലാം ഇന്ത്യ മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ തേജസിന്റെ ഒരു അവസ്ഥ നമുക്കറിയാം.
ഈ അമേരിക്കൻ എഞ്ചിനുകളെ ഡിപ്പെൻഡ് ചെയ്ത ഒറ്റ കാരണം കൊണ്ട് നമുക്ക് തേജസിന് വലിയ കാലതാമസം നേരിടുകയാണ് തേജസ് യുദ്ധവിമാനങ്ങളുടെ പ്രൊഡക്ഷൻ. കാരണം അമേരിക്ക എഞ്ചിൻ തന്നാൽ മാത്രമേ നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റൂ. തേജസ് യുദ്ധവിമാനം നമുക്ക് നിർമ്മിക്കാം, പക്ഷെ എഞ്ചിനുകൾ അമേരിക്കയിൽ നിന്ന് വരണം. അമേരിക്കയുടെ എഞ്ചിനുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ വിദേശ രാജ്യങ്ങളെ ഒരു പരിധിയിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല എന്ന് ഇന്ത്യ മനസ്സിലാക്കിയതാണ് നേരത്തെ തന്നെ. ഇപ്പോൾ ഇന്ത്യക്ക് അത് കൂടുതൽ നന്നായിട്ട് അറിയാം. മാത്രമല്ല, ഒരു മേജർ പവറായിട്ട് ലോകം നമ്മളെ അംഗീകരിക്കണമെങ്കിൽ ഒരു രാജ്യങ്ങളുടെയും സഹായം ഇല്ലാതെ നമ്മൾ സ്വന്തം നിലയിൽ തന്നെ എല്ലാ രീതിയിലും ഡെവലപ്പ് ആവേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ഡിഫൻസ് സിസ്റ്റംസിന്റെ അടക്കം ഒരു ശേഷി എന്താണെന്ന് നമ്മൾ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ മനസ്സിലാക്കിയതാണ്. ഇന്ത്യ ഗവൺമെന്റിന് നമ്മുടെ ആയുധങ്ങളിൽ ഇപ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ട്, മിലിറ്ററിക്കും ഉണ്ട്. കാരണം യുദ്ധത്തിൽ അവർ പരീക്ഷിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വന്തമായിട്ട് AMCയെ തന്നെ വേഗത്തിൽ നിർമ്മിക്കാം എന്നൊരു തീരുമാനം ഇന്ത്യ എടുക്കാനാണ് ചാൻസ്. അത് തീർച്ചയായിട്ടും ആയുധ കച്ചവടത്തിൽ കണ്ണു നട്ടിരുന്ന റഷ്യയ്ക്കും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ചിലപ്പോൾ ഇന്ത്യ ഒരു തൽക്കാലത്തേക്ക് കുറച്ച് എയർക്രാഫ്റ്റുകൾ വാങ്ങാൻ ചെറിയൊരു സാധ്യത മാത്രമാണ് ഇപ്പോഴുള്ളത്. ഒരു പക്ഷേ ഒന്നും വാങ്ങാതിരിക്കാനാണ് കൂടുതൽ സാധ്യത. ഇന്ത്യ എഞ്ചിന്റെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഏതെങ്കിലും വിദേശ കമ്പനിയുമായിട്ട് ചേർന്നുകൊണ്ട് നിർമ്മിക്കുമോ, അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്പനികളിലെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോകുമോ നമുക്കറിയില്ല. എഞ്ചിൻ നിർമ്മാണം മാത്രമാണ് ഒരു ചോദ്യചിഹ്നമായിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാകുന്നത്, പ്രോട്ടോടൈപ്പ് ഇന്ത്യ 2028-29 പുറത്തിറക്കാൻ പദ്ധതി ഇടുകയാണ്. സോ വളരെ കൃത്യമായ ഒരു മൂവാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. AMCയുടെ ഡിസൈൻ ആണെങ്കിലും അതിൻ്റെ ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റിന് ഉണ്ടായിരിക്കേണ്ട എല്ലാ പ്രത്യേകതകളെ വെച്ച് നോക്കുമ്പോഴും അത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം. കാരണം അമേരിക്കയുടെ F-22നോടും F-35നോടും കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഇന്ത്യ ഈ ഒരു പ്രോജക്റ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ചൈനയുടെ J-20യെക്കാളും എന്തിന് റഷ്യയുടെ Su-57നേക്കാളും മികച്ച ഒരു 5.5 ജനറേഷൻ, 5th അല്ല 5.5 ജനറേഷൻ എയർക്രാഫ്റ്റ് ആയിരിക്കും AMC എന്ന് തന്നെയാണ് ഈ രംഗത്തെ വിദഗ്ധരെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ നിലവിൽ ഇന്ത്യ വളരെ ശക്തമായൊരു നിലപാടുമായി മുന്നോട്ട് പോകുന്നു. ഒരു രാജ്യത്തിൻ്റെയും സഹായമില്ലാതെ 5th അല്ലെങ്കിൽ 5.5 കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു എയർക്രാഫ്റ്റ് ഇന്ത്യ സ്വന്തമായി തന്നെ എത്രയും പെട്ടെന്ന് നിർമ്മിക്കാനായിട്ട് മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.